നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ? ഞാൻ എങ്ങനെയാണ് വ്ളോഗ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. തീർച്ചയായും നമ്മൾ കുട്ടികൾക്ക് ഇന്ന് ഞാൻ സ്ഥിരം വ്ളോഗ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നമ്മൾ അതിനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അതിന് ഒന്നായിട്ട് ഇത് ഉപയോഗിച്ച് ചെയ്യാമല്ലോ നമുക്ക്. ഈ ഐഫോൺ 13 Pro വെച്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. ഇത് Note 20 Ultra ആണ്. അത് വേണമെങ്കിൽ അത് വെച്ചും ചെയ്യാം. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് പറയുന്ന പേരെന്താണെന്ന് അറിയാം നമുക്ക്? ഗിംബൽ എന്ന് പറയും. ഗിംബൽ. ഉറക്കപ്പറ ഗിംബൽ. ഗിംബൽ. ഇത് ഏത് കമ്പനീന്റെ ഗിംബൽ എന്നറിയോ? DJI ഓസ്മോ. DJI OS5. ഇത് കയ്യിൽ പിടിക്കൂ. ഇനി അതിന്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സാധനമാണ് ഇത് ക്ലാപ്പ്. ഇത് എന്തിനു വേണ്ടിയായിരിക്കും നിങ്ങൾ പറയുന്നത്? ഇത് എന്തിനു വേണ്ടിയായിരിക്കും? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഐഫോൺ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ക്യാമറന്റെ ഈ സ്പേസ് ഉള്ളിടത്തേക്ക് ഇതിങ്ങനെ പിടിപ്പിക്കുക ചെയ്യുക. ഓക്കെ, ഇത് വെക്കുമ്പോൾ എന്തായി? ഇതിവിടെ കുടുങ്ങി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിങ്ങനെ ഓൺ ആക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഈ DJIന്റെ ഇത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് ആക്കുമ്പോൾ ഇത് ഓപ്പൺ ലോക്കായി. ഇതിങ്ങനെ ഓണായി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് കിടക്കേണ്ട ഒരു മാർക്ക് ഉണ്ട്, കണ്ടോ? ഈ മാർക്കിലേക്ക് ഇത് ഇങ്ങോട്ട് കുടുക്കി. ഇത് ഐഫോൺ ഇവിടെ റെഡി. ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ജിംബലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇതൊന്ന് നീട്ടി വലിച്ചു നോക്കാം. അങ്ങോട്ട് മേലോട്ട് നീട്ടി വലിച്ചോ, മേലെ അങ്ങോട്ട് വലിച്ചോ. ഇതാ ഇപ്പോൾ ഇത് എത്ര വലുതായിരിക്കുകയാണിത്. ഓക്കെ, നീ ഇപ്പം ആദ്യമായിട്ട് ഇതിൽ നമുക്ക് ബ്ലോഗ് ചെയ്യാൻ പോവാണ്. മൈക്ക് ഓൺ ആക്കാൻ ഒരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഇവിടെ ഓണാക്ക്. ഓക്കെ, ഓട്ടോമാറ്റിക്കായി വന്നിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിനാണെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിനാണ് ഇങ്ങനെ ഷൂട്ട്. പക്ഷെ നമുക്ക് യൂട്യൂബിലൊക്കെ ആകുമ്പോൾ അങ്ങനെയല്ല വേണ്ട. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം നിൽക്ക്. ഇവിടെ ഒരു ബട്ടൺ കണ്ടില്ല, ഇതിന് രണ്ടെണ്ണം നിൽക്ക്. വെരി ഗുഡ്. ഇതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇതിങ്ങനെ ഘടിപ്പിക്കാനുള്ള ഒരു ട്രൈപോഡ് ഉണ്ട് ഇതിൻ്റെ കൂടെ. അതാ കണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു ഗിംബൽ എന്തായി? ബ്ലൂടൂത്ത് വഴി ഇത് നിർത്താം. ഇതിങ്ങനെ നിർത്താം. ഓക്കെ, ഈ ഗിംബൽ ഇപ്പം എന്തായി എന്നറിയോ? ഇതുമായിട്ട് എങ്ങനെ കണക്റ്റ് ആയി? ബ്ലൂടൂത്ത് വഴി കണക്റ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ DJIൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ഇവിടെ DJIൻ്റെ ഒരു ആപ്പ് വഴി ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ക്യാമറ നമുക്ക് ഇതിൻ്റെത് തന്നെ ഐഫോണിൻ്റെ ക്യാമറ തന്നെ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടുന്ന് നമ്മൾ ഓരോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. വീഡിയോ എടുക്കാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൽ തന്നെ എന്ത് ചെയ്യും? കണ്ടോ, ഈ ക്യാമറ വെച്ചൊന്ന് എല്ലാവരും ഒന്ന് ഓരോ ഷോട്ട് എടുത്തോളൂ. ഓക്കെ, എടുത്തോ അങ്ങോട്ട് എടുത്തോ. നിങ്ങൾക്ക് ക്യാമറയാണ് നോക്കിയിട്ട് ഒരു ഷോട്ട് എടുത്തോ. അങ്ങോട്ട് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ഒരു വീഡിയോ എടുത്തോ. ഓക്കെ, എന്നാൽ എടുത്തോ. വാ. അങ്ങനെ ദീന ഗിംബൽ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഇതിനുള്ള എല്ലാ ലോക്കും ഉണ്ട്. റെക്കോർഡ് ചെയ്യേണ്ട ബട്ടൺ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ട ബട്ടൺ അടിയിലുണ്ട്. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യേണ്ട ബട്ടൺ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് സൂം ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ട് തിരിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഈ ഗിംബലിൽ തന്നെ ഉണ്ട്. ഇനി ഞങ്ങൾ ഈ ഗിംബൽ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊരു വ്ളോഗ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഓക്കെ, ഈ വ്ളോഗിൻ്റെ കൂടെ തന്നെ അത് ചെയ്യും. ഞങ്ങളിത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്നേ ഉള്ളൂ. കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഗിംബൽ പോകുന്നുണ്ടല്ലേ? അതാ കണ്ടോ ആ ഗിംബൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടോ? അതാ കണ്ടോ ഇവരൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. കണ്ടോ അതാണ് ഈ ഗിംബലോണ്ടുള്ള പ്രത്യേകത. എല്ലാവരും പറയാറുണ്ട് ഐഫോൺ എന്തിനാ ഗിംബൽ. ഫേസ് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് അറിയാം, നമ്മൾ പോകുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അല്ല എല്ലാ അഡ്വാൻസ്ഡ് ഫോണുകൾക്ക് എന്തിനാ ഗിംബൽ? പക്ഷെ അതല്ല അങ്ങോട്ടാ നോക്കുമ്പോൾ അതാണ് നമ്മൾ എങ്ങോട്ട് ചലിക്കുകയാണെങ്കിലും ഗിംബല്. അതാണ് ഈ ഗിംബൽ കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു മൊമെന്റ് കിട്ടും. ഒരു സിനിമാറ്റിക് ഷൂട്ടിംഗ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റും.